സർ, ഇൻക്വസ്റ്റ് തുടങ്ങട്ടെ? ഞാൻ പറയാം. ഇൻക്വസ്റ്റ് ഒന്നും നടത്താതെ ഇയാൾ ആരെ കാത്ത് നിൽക്കാടൂ? കൊച്ചുവളപ്പാങ്കാലത്ത് തിരിച്ചാ നേരെ ചൊവ്വൊന്നും തൂറാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നേ. കുറച്ചാൾക്ക് മുമ്പ് റിട്ടയർ ആയില്ലേ ആ ജോസഫ് എന്ന് പറയുന്നത്? അയാൾ വരാൻ വേണ്ടി കാത്തു നിൽക്കുക. പുള്ളി കുറെ നേരമായിട്ട് നോക്കിയേക്കാം. സാറോട് അവിടെ പെട്ടെന്ന് നോക്ക്, ഇപ്പൊ തന്നെ ലേറ്റായി. ഇൻക്വസ്റ്റ് നടത്തേണ്ടതാ. എന്താ ഇവിടെ വെറുതെ? വല്ലതും കിട്ടിയോ? ഇതിവിടെ കിടന്നതാണ്. ഒരു പ്രിന്റ് കാണുന്നുണ്ട്, അതിലെയാണെന്ന് തോന്നുന്നു. ഒരു ഈണി കിട്ടോ? ഓ, ഇപ്പൊ കൊണ്ടുവരാം.
സാറേ, വന്നവന്റെ ഉദ്ദേശം മോഷണം തന്നെയാണ്. ആസാമിയും ബംഗാളിയൊന്നുമല്ല. ഇവരോട് അത്യാവശ്യം പരിചയമുള്ള ആരോഗ്യമുള്ള ഒരുത്തൻ. അവൻ ഡോറൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതെങ്ങനെ ശരിയാവും? ഡോറ് ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് കരുതി അത് പരിചയക്കാരനാവണമെന്നില്ല. രാത്രി വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താണെങ്കിലോ? അങ്ങനെ ആകാലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ഡോറിന്റെ സൈഡിൽ കിടന്നതിനെ ബോഡി. വന്നവൻ ആ സോഫയിൽ ഇരുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അതുകൊണ്ട് താൻ പോയി ഇൻക്വസ്റ്റ് നടത്തി ബോഡി പെട്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിന് വിടാൻ നോക്ക്. സർ, പോയി ആംബുലൻസ് വരാൻ പറ. സർ, ഇവരുടെ ബന്ധുക്കളൊക്കെ 2 പെൺമക്കളാ. ഇത് അവരുടെ ഭർത്താക്കന്മാരും. സംഭവം കണ്ടത് ആദ്യം ആരാന്നാ പറഞ്ഞേ? എന്റെ മോനാ സാറേ. അവൻ പാല് കൊടുക്കാൻ ചെന്നപ്പോഴാ. അവന്റെ അമ്മാവനും അമ്മായി അത്. ഈ കാര്യം സർ എത്ര മണിക്ക്? ഒരു 5-5:30 മണിയൊക്കെയാണ് സാറേ. ഞാനാ പോലീസ് സ്റ്റേഷനും മറ്റൊക്കെ വിവരം അറിയിച്ചത്. രാത്രി 8-നും 10-നും ഇടയിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഞാൻ ഒരു സിനിമയ്ക്ക് പോയിരുന്നു സാറേ. അമ്മച്ചി മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. അമ്മയോ? ഇല്ല സാറേ, ഞാൻ സീരിയൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങളൊക്കെ എവിടെ താമസം? കൊല്ലം. തൃശ്ശൂരാ. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ. എന്ത്? ഫിനാൻസ്. ഇന്നലെ എവിടെയായിരുന്നു? പത്തനംതിട്ടയിൽ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. ഗൾഫിലാ. നാട്ടിൽ വന്നോളൂ. ഇന്നലെ എറണാകുളത്തായിരുന്നു. നിർത്തിപ്പോന്നാണോ? അതെ. ഒരു പേനയും പേപ്പറും തന്നെ. നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരുടെ പേരും ഫോൺ നമ്പറും നീ ഒന്ന് എഴുതിയിരുത്തേ. ശരി സാറേ. ഇതിനകത്തി കൊണ്ടുപോകും. മതിരാ മാറേ. വല്ല സാധനം ഡ്രസ് വേണോ? എന്റെ കയ്യിൽ എവിടെ ഉണ്ടായില്ല സാറേ. പിന്നെ കാശ് ഒന്ന് വേണമെങ്കിൽ മാറ്റിക്കാം. എന്താടാ? 2 മതിടാ. സാറേ, അല്ലെ 2 ഗ്ലാസ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? എൻ്റെ വീടപ്പുറത്താ. ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ സാറേ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. സാറിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പറയാം. എല്ലാ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ നോക്കാം. ഒന്നും വിട്ടുപോയി. വാ. പോകുമ്പോ 2 ഇറച്ചി വാങ്ങിച്ചോ എന്റെ വീട്ടിലേക്ക്. ആയിക്കോട്ടെ വാങ്ങിക്കാം. അനിയ, ഏ ആ മൂത്ത മരുമോന്റെ ചിട്ടി കമ്പനി ഇപ്പം എങ്ങനാ? അവനെ കണ്ടിട്ടൊരു പശപ്പശുണ്ട്. ശരിയാ. അതൊന്നും എനിക്കറിയില്ല സാറേ. ഇടയ്ക്ക് വീതം വേണമെന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ അമ്മാവനും അമ്മായി അത് മരണശേഷമേ കൊടുക്കുള്ളൂ എന്നും പറഞ്ഞു. നന്നായി. വേറെ ഒന്നും എനിക്കറിയില്ല സാറേ. സാറേ, അകത്തേക്ക് ഇരിക്കാം. ഓ വേണ്ട അനിയ, ഒരു 2 ഗ്ലാസ് അങ്ങ് എടുത്തു. ഓ. സാധനം ഏതാടാ? സൂപ്പറാ. പക്ഷെ ലോക്കലാട്ടാ. തുറന്നാടാ. കൊള്ളാമോ? എങ്ങനെടാ അടിക്കണേ? പിടിച്ച്. അങ്ങനെ ഒഴിക്കട്ടെ. അനിയ, ഒഴിക്കാനായിട്ട് ഒരു പെപ്സി എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ? ഓ, ഇവിടെ അടുത്ത് വല്ല കടകളിലും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ വേണമെന്നില്ല കേട്ടാ. ഞാൻ ട്രൈ ചെയ്യാ. എനിക്ക് വേണം. ആയിക്കോട്ടെ. സർ, എന്താ സാർ? ആ ജോസഫ് അവിടെ പോയി. ആ ശവം എടുക്കാൻ വന്നതായിട്ട് അങ്ങോട്ട് ഇവിടെ സ്മോൾ അടിക്കാൻ പോയിട്ടുണ്ട്. ഹലോ. ആ പറ. അയാളോട് പോയി സാർ. അവൻ ശരിയാവില്ല. നമുക്കൊന്ന് അകത്തോട്ടിരുന്നാലോ? ഓ. വാ. ഇവനാ സാറേ പ്രതി. അനിയ, നീ ഇന്നലെ അവിടെ ഊരി വെച്ച ബൾബിലെ ഫിംഗർ പ്രിന്റും ഇപ്പൊ നീ തന്ന ഗ്ലാസ്സിലെ ഫിംഗർ പ്രിന്റ് ഒന്നാണ്. പിന്നെ നീ ഇവിടുന്ന് കൊണ്ടുപോയ വെട്ടുകത്തി. അതിന് നീ എത്ര കഴിയാലും ഫോറൻസിക്കാരത് കണ്ടുപിടിക്കും. അത് പുതിയാൻ ഉപയോഗിച്ച കലണ്ടർ. അത് ഇവിടുന്നല്ലേ? എനിക്കറിയില്ല സാർ. ഇത്രയൊക്കെ പോരെ? സാർ ഞാനുണ്ട്. ജോസഫേ,
ഇവനാണെന്ന് എങ്ങനെ മനസ്സിലായി? സാർ, അവൻ ബൾബ് പൊട്ടിക്കാതെ അവിടെ തന്നെ ഉപേക്ഷിച്ചതിൽ നിന്ന് ഒരു പ്രൊഫഷണൽ അല്ല അത് ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സൺഷെയ്ഡിൽ തൂങ്ങി ടെറസിൽ കയറിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെയുണ്ട്. ആരോഗ്യമുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും. മുകളിലത്തെ വാതിലിന്റെ നടുഭാഗമാണ് കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പ്രൊഫഷണലും അങ്ങനെ ചെയ്യില്ല. അവരെപ്പോഴും ഒരു മൂലയെ കുത്തി തുറക്കാൻ ശ്രമിക്കും. മുൻവശത്തെ വാതിലിൽ പാടുകളോ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെയില്ല. അകത്തു നിന്നുള്ള ഒരാൾ തന്നെയായിരിക്കണം തുറന്നു കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നത് അവർക്ക് പരിചയമുള്ള ഒരാളായിരിക്കും. വന്നവൻ സോഫയിൽ ഇരുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന മാഗസിന്റെ സിനിമാ പേജായിരുന്നു തുറന്നു വെച്ചിരുന്നത്. മാഗസിന്റെ പേജും ഇരിപ്പിന്റെ വശവും സൂചന നൽകിയിരുന്നത് ഒരു ചെറുപ്പക്കാരനിലേക്കാണ്. അടപ്പത്തിരുന്ന ചായപാത്രം കത്തിക്കരിഞ്ഞിട്ടു. വന്നയാൾക്ക് ചായ എടുക്കാൻ പോയപ്പോഴാണ് ഈ കൃത്യം നടന്നിട്ടുള്ളത്. ക്രൈം സീനിൽ നിന്നും മരണപ്പെട്ടവർക്ക് പരിചയമുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായ സ്ഥലവാസിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് ഞാൻ ഉറപ്പിച്ചു. ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കൈകെട്ടി മാറി നിൽക്കുന്ന മനുവിനെ ഞാൻ നോട്ട് ചെയ്തിരുന്നു. ബോഡി ലാംഗ്വേജ് പ്രകാരം കൈകെട്ടി നിൽക്കുന്നത് എന്തോ മറയ്ക്കുന്നതിന്റെ ലക്ഷണമാണ്. പിന്നെ കാര്യങ്ങൾ പറയുമ്പോഴുള്ള അവന്റെ കൃഷ്ണമണിയുടെ അനക്കത്തിൽ നിന്ന് അവൻ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. രാത്രി സിനിമയ്ക്ക് പോയെന്ന് കളവ് പറഞ്ഞവൻ 9:30 വരെ ഈ ടവർ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് സൈബർ സെല്ലുകാരും വ്യക്തമാക്കിയിരുന്നു. ഞാനെന്നാ പൊക്കോട്ടെ സാറേ. ശരിയാടാ, വിളിക്കാം. എന്റെ മോനെ